Hot Seat, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. തൃശ്ശൂരിൽ എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണ്. ത്രികോണ മത്സരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് തൃശ്ശൂരിലാണ്. ഇപ്പോൾ ഹോട്ട് സീറ്റിൽ എന്നോടൊപ്പമുള്ളത് ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ മോഹൻ വർഗീസ് എന്നിവരാണ്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ശേഷം വേറൊരു കളർ കൂടി വന്നിരിക്കുകയാണ് അല്ലേ തൃശ്ശൂരിൽ. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നു, നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് LDFും UDFും തമ്മിലാണ് മത്സരമെന്നാണ്, അതായത് സുനിലും ഞാനും തമ്മിലാണെന്നാണ്. പക്ഷേ ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് ഇവിടെ BJP ആണ് എൻ്റെ ഒപ്പോണൻറ്റ്, സുരേഷ് ഗോപിയുമായിട്ടാണ് പ്രധാന മത്സരം നടക്കുന്നതെന്ന്. എന്താണ് അതിനകത്ത്, എന്താണ് മുരളി ഉദ്ദേശിക്കുന്നത്? ശ്രീ കെ മുരളീധരൻ വളരെ പ്രായോഗിക ബുദ്ധിയുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിനറിയാം, ഭാരതീയ ജനതാ പാർട്ടി മുഖ്യ എതിരാളിയായി വരുമ്പോൾ സ്വാഭാവികമായി BJP ജയിച്ചു വരുമെന്ന പ്രതീതി വരുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെയുള്ള BJP വിരുദ്ധ വോട്ടുകൾ, ഇടതുപക്ഷത്തേക്ക് പോകേണ്ട വോട്ടുകൾ പോലും സ്വാംശീകരിച്ചെടുക്കാൻ തനിക്ക് കഴിയും എന്ന വിശ്വാസത്തിലാകണം കെ മുരളീധരൻ അങ്ങനെ പറഞ്ഞത്. ഇതേ മുരളീധരൻ ഒരു ആഴ്ച മുൻപ് പറഞ്ഞത് മത്സരം UDFും LDFും തമ്മിലാണെന്നാണ്. അപ്പോൾ പെട്ടെന്നൊരു മാറ്റം വരണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നാണ്. അതായത് പൂരം കലക്കിയത് സുരേഷ് ഗോപിയുടെ താല്പര്യ പൂർത്തീകരണത്തിനാണ് എന്ന് ആരോപിക്കുന്നതിനോടൊപ്പം തന്നെ കലക്കാൻ കൂട്ടുനിന്നത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസുമാണ് എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും BJPയും LDFും ഒരുപോലെ പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ നിന്നും മുതലെടുക്കാമെന്നുള്ള UDFിൻ്റെ അല്ലെങ്കിൽ കെ മുരളീധരൻ എന്ന തന്ത്രശാലിയായ കാൻഡിഡേറ്റിൻ്റെ ഒരു നീക്കമാണ് ഈ പ്രസ്താവനയിലൂടെ കാണുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും പറയില്ല. ശ്രീജിത്ത്, കഴിഞ്ഞ 2019 താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവിടെ അന്ന് 2019 നമ്മൾ താരതമ്യപ്പെടുത്തുന്നതെങ്കിൽ UDFിന് ഒരു ബുദ്ധിമുട്ടും തൃശ്ശൂരിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ 2,93,000 വോട്ട് സുരേഷ് ഗോപി പിടിച്ചതും ഒന്നുമായില്ല, അത് 3ാം സ്ഥാനത്ത് തന്നെ ആയിരുന്നു സുരേഷ് ഗോപിയുടെ സ്ഥാനം. പ്രതാപനാകട്ടെ 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ കിട്ടുകയും ചെയ്തു. പക്ഷേ ഇത്തവണ ചിത്രം പൂർണ്ണമായിട്ടും വ്യത്യാസമായിരിക്കുകയാണല്ലോ. എന്തായാലും VS സുനിൽകുമാറിന് കഴിഞ്ഞ തവണ രാജാജി മാത്യു തോമസ് പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കുവാൻ കഴിയും. പക്ഷേ UDFിന് കഴിഞ്ഞ തവണ പ്രതാപൻ നേടിയ അത്രയും സംഖ്യയിലേക്ക് വരാൻ പറ്റുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമില്ലേ? അവിടെയാണല്ലോ ഇപ്പോൾ മുരളീധരൻ്റെ ഈ ടാക്റ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ ഡയലോഗുകൾ വരുന്നത്. കുശാഗ്രബുദ്ധിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് മുരളീധരൻ. അത് പല തവണ അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് തന്നെ സത്യത്തിൽ ആരൊക്കെ തമ്മിലാണ് മത്സരം എന്നതിനെപ്പറ്റി ബോധ്യമുണ്ടോ എന്നാണ് എൻ്റെ സംശയം. ഇതൊരു 3-way ടൈ ആണ് എന്ന് അദ്ദേഹം പറയുന്നില്ല. ഇത് പ്രത്യക്ഷത്തിൽ ഞാനും മറ്റൊരാളും, അതല്ലെങ്കിൽ ഞാനും മൂന്നാമത്തെ ആളും തമ്മിലുള്ള മത്സരം എന്നാണ് പറയുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് ഇതിലൊരു ഫോർമിഡബിൾ ഫോഴ്സ് ഞാൻ തന്നെയാണ്, ഞാനുമായിട്ടാണ് മത്സരം എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മത്സരം CPIക്കെതിരെയാണ് എങ്കിൽ നിങ്ങൾ എന്നെ വിജയിപ്പിക്കൂ എന്ന് അദ്ദേഹം പറയുന്നു. ഇനി അതല്ല, ഒരു ട്രെൻഡ് വ്യത്യാസമുണ്ട്, സുരേഷ് ഗോപിയാണ് കുറച്ചുകൂടി കേപ്പബിളായിട്ടുള്ള ഒരു പ്രതിയോഗി എന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്താനുള്ളത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അങ്ങനെയല്ല. സത്യത്തിൽ ഈ 3 പേര് LDF വോട്ടുകൾ കിട്ടാൻ വേണ്ടിയാണ്. അതെ, അല്ല, കാരണം തീർച്ചയായിട്ടും BJP വിരുദ്ധ വോട്ടുകൾ തീർച്ചയായിട്ടും ഇങ്ങോട്ട് പോരട്ടെ എന്നതാണ് കെ മുരളീധരൻ്റെ അത്ര മാത്രമേ ഉള്ളൂ. അതായത് BJPക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആരൊക്കെയുണ്ടോ, അത് പാർട്ടിക്കാരാവാം, അനുഭാവികളാകാം, BJP വിരുദ്ധ വോട്ട് ചെയ്യുന്ന ആൾക്കാരാവാം, എങ്കിൽ നിങ്ങൾക്ക് ഉള്ള ആൾ ഞാനാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ടൈയിലേക്ക് ആയിട്ടുണ്ടോ? അവിടെ രണ്ടുപേർ തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് ആയിട്ടില്ലല്ലോ മുരളി പറയുന്ന പോലെ. ഇല്ല, അത് വോട്ടെടുപ്പ് ദിവസം വരെയും അത് 3 പേരും തമ്മിലുള്ള മത്സരം തന്നെയാണ്. കാരണം ഈ 3 ആൾക്കാരും ആ മണ്ഡലത്തിൽ അപരിചിതരായിട്ടുള്ള ആൾക്കാരല്ല, 3 പേരും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. സുരേഷ് ഗോപിയും സ്വീകാര്യനായതുകൊണ്ടാണല്ലോ നേരത്തെ ഏതാണ്ട് 1 ലക്ഷം ചില്ലറ വോട്ട് ഉണ്ടായിരുന്നിടത്തു നിന്ന് അദ്ദേഹം 3 ലക്ഷത്തിനടുത്ത് വോട്ട് എത്തിച്ചത്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 3 പേരും സ്വീകാര്യരായിട്ടുള്ള ആൾക്കാരാണ്. വളരെ ചിരപരിചിതനായിട്ടുള്ള ആളാണ് സുനിൽകുമാർ, അതേപോലെ മുരളീധരനും അവിടെ തന്നെ ഉള്ള ആളാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഈ 2019 സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പൊതുജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ ഇടയിലൊക്കെ ഒരു സ്വാധീനം കൂടുതലായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അല്ല, അത് 2019 അദ്ദേഹത്തിന് സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടായിരുന്നില്ല. കാരണം 293 പിടിക്കുക എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ 2014 താരതമ്യപ്പെടുത്തുമ്പോൾ
17% വർധനവാണ് സുരേഷ് ഗോപിയുടെ വോട്ടുകളിൽ ഉണ്ടായിരിക്കുന്നത്. അതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അല്ലേ? ഇത്രയും വലിയ പെർസെൻറ്റേജ് വോട്ട് വിഹിതം കൂടുക എന്നുള്ളത് പറഞ്ഞാൽ അതിനും അപ്പുറത്തേക്ക് ഇനി സുരേഷ് ഗോപിക്ക് അവിടെ എന്ത് കിട്ടുവാനാണ്? അല്ല, ഒന്ന് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് തന്നെ പ്രധാനപ്പെട്ട സ്ത്രീ വോട്ടർമാരാണ്. പ്രധാനമന്ത്രിയുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സമ്മേളനം എന്ന് പറയുന്നത് തന്നെ സ്ത്രീകളെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് കേരളത്തിൽ വേറെ എങ്ങും ചെയ്തിട്ടുള്ള ഒരു മോഡലല്ല. എന്ന് വെച്ചാൽ അവിടെയുള്ള സ്ത്രീകൾ, അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരായിരിക്കാം, പക്ഷേ സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇമേജ് അവിടെ ഉണ്ടാക്കാനായിട്ട് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെ സ്പർശിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ പ്രധാനമന്ത്രി പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് അവിടെ വരിക, ഇതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം അതിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് വോട്ടാവുക എന്ന് പറയുമ്പോൾ ഈ ഒരു 60,000 വോട്ടെങ്കിലും കൂടുതൽ വേണ്ടി വരും ഇല്ല? എന്നാൽ പോലും ജയിക്കും. ഒരു 360 കിട്ടിയാൽ ജയിക്കുമോ? അത് നോക്കൂ, ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള മുന്നണികൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാൻഡിഡേച്ചറിനെ 2019 കണ്ടത് ഇപ്പോൾ കാണുന്നത് എന്നുള്ളതിലുള്ള വ്യത്യാസമാണ്. സുരേഷ് ഗോപി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് തൃശ്ശൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. മുരളീധരൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളില്ല, സുനിൽകുമാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളില്ല. എന്ന് വെച്ചാൽ ഈ രണ്ട് മുന്നണികളും ഒരു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ അമിത പ്രാധാന്യം സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം തന്നെ ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്, ഇദ്ദേഹം ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് എന്നുള്ളതിൻ്റെ ഒരു അഡ്മിഷനാണ്. രണ്ട് വിവാദങ്ങളുണ്ടാവുക. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ലൂർദ് മാതാവിൻ്റെ സ്വർണ്ണക്കിരീടത്തിൽ സ്വർണം എത്രയാണ് എന്ന് രാഷ്ട്രീയക്കാർ തന്നെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കലാമണ്ഡലം ഗോപിക്ക് പത്മശ്രീ ഓഫർ ചെയ്തിട്ട് അനുഗ്രഹം വാങ്ങാനായിട്ട് അദ്ദേഹം പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ ഈ ഫോളിംഗ് ഫ്ലാറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ യാതൊരു വിധത്തിലുള്ള മെറിറ്റുമില്ലാതെ, ഗ്രൗണ്ടുമില്ലാതെ തകർന്നു വീഴുന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങളാണ്. ആ രീതിയിലുള്ള ആരോപണങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു. പിന്നെ ഇവരുടെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ജുഷ തന്നെ ആദ്യം പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരം അലമ്പാവുക. അത് അലമ്പാവുക എന്ന് പറയുന്ന സമയത്ത് ഒരു പിടിപ്പുകേടുണ്ട്. ആ പിടിപ്പുകേട് എന്ന് പറയുന്നതിനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫയർ ഫൈറ്റിങ്ങിന് പറ്റുമെങ്കിൽ ആരെ അവിടെ കുറ്റം പറയാൻ കഴിയും? സംവിധാനത്തിനെ മാത്രമേ കുറ്റം പറയാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ സാരഥ്യം വഹിക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ഒരു മെക്കാനിസം, ഒരു എക്സിക്യൂഷൻ മെക്കാനിസം ആയിരിക്കുന്ന പോലീസിനെ മാത്രം കുറ്റം പറയുന്ന നിലയിലേക്ക് CPIയുടെ സ്ഥാനാർത്ഥി പോലും ഇവിടെ എത്തി. സുനിലിന് അതിനകത്ത് ഈ അപകടം മണത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്കിതിലൊരു പങ്കുമില്ല, ഞാൻ പൂരത്തിന്റെ സംഘാടകനായിട്ട് എപ്പോഴും വരുന്നയാളാണ്, എന്ത് പ്രശ്നമുണ്ടായാലും അതിൽ ഇടപെടുന്നയാളാണെന്ന്. അതുകൊണ്ടത് ഈ അപകടം മണത്തത് കൊണ്ട് കൂടിയാണ് അതിനകത്തുള്ള ഡാമേജ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ പോലീസിനെതിരെയുള്ള നടപടി അവിടെ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആ ഡാമേജ് ഒഴിവാക്കിയിട്ടുണ്ടല്ലേ. ഒരു ഫേസ്ബുക്ക് ലൈവും ചെയ്തിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് ലൈവിലും അദ്ദേഹത്തിൻ്റെ ഭാഗം പറയാനായിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ട്. അത് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അത്ര വലിയൊരു ജനരോഷം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂരുകാരുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഹിന്ദു ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് തൃശ്ശൂരുകാരുടെ മാത്രവുമല്ല, കേരളം അല്ലെങ്കിൽ ലോകം മൊത്തം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. എത്രയോ വിദേശികളാണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ലാതെ ഇംപെക്കബിൾ എന്ന രീതിയിലത്തേക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കാര്യം പെട്ടെന്ന് പൊടുന്നനെ അത് എല്ലാം കുളമാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് അതിൻ്റെ തിരിച്ചടി ആർക്ക് കിട്ടുന്നു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനമാണ്. അതിപ്പോൾ ഈ കെ മുരളീധരൻ ഇതിന്റെ തിരിച്ചടി LDFന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണല്ലോ ഇതിപ്പോൾ ഞാനും സുരേഷ് ഗോപിയും തമ്മിലുള്ള മത്സരമാണിതെന്ന് പറയുന്നത്. അതായത് ക്രോസ് വോട്ടിംഗ് അദ്ദേഹം ആഗ്രഹിക്കുന്നു അല്ലേ? പക്ഷേ ഈ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത് പോലെയുള്ള ക്രോസ് വോട്ടിംഗ്, അതായത് BJP ജയിക്കും എന്നുള്ള ധാരണയിൽ LDFന്റെ വോട്ടുകൾ ശശി തരൂരിന് കിട്ടുന്ന ഒരവസ്ഥ മുൻ വർഷങ്ങളിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് 2014 അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തൃശ്ശൂർ വന്നിട്ടുണ്ടോ? തിരുവനന്തപുരത്തെയും തൃശ്ശൂരിൻ്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരു ജനുവിൻ നഗരമണ്ഡലമാണ് തിരുവനന്തപുരം. തൃശ്ശൂർ പട്ടണത്തിന് പുറത്ത് ഗ്രാമീണ മേഖലയാണ് കൂടുതലും. അവിടെ ഒരു നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ അത്രയ്ക്ക് നിഷ്പക്ഷ വോട്ടുകൾ ഉണ്ടാവില്ല തൃശ്ശൂർ പൊതുവേ. അതുകൊണ്ട് രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, പ്രത്യേകിച്ചും തൃശ്ശൂർ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ CPM ആകട്ടെ CPI ആകട്ടെ രാഷ്ട്രീയ വോട്ടുകളാകാം. ഈ രാഷ്ട്രീയ വോട്ടുകളെ തീർച്ചയായിട്ടും തിരിക്കാൻ സാധിക്കും, വേണമെങ്കിൽ മറിക്കാൻ സാധിക്കുന്ന വോട്ടുകൾ തന്നെയാണ് രാഷ്ട്രീയ വോട്ടുകൾ. കാരണം വിപ്പ് അനുസരിച്ച് വോട്ട് ചെയ്യുന്നവർ നേരെ വിപ്പ് കൊടുത്താൽ തിരിച്ചും വോട്ട് ചെയ്യും. തിരുവനന്തപുരത്ത് അങ്ങനല്ല, ഒരു ഓളമനുസരിച്ചങ്ങ് തരൂറിന് വേണ്ടി അങ്ങ് ഒരു ഓളമനുസരിച്ചങ്ങ് പോയത്. ആ ഓളം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി മാറുന്നു. Hot Seat, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp.
ICL Finco, the intelligent choice. Educational partners. IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ് ലക്ഷ്യ. 21-ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് ഇത്രയും വലിയ വോട്ട് വീഴുക എന്ന് പറഞ്ഞാൽ 2019 അത് ഒരു അത്ഭുതകരമായിരുന്നില്ല. കാരണം BJPക്ക് അത്ര ബേസ് വോട്ടുകൾ ഉള്ള ഒരു സ്ഥലമല്ല തൃശ്ശൂർ. അങ്ങനെ വരികയാണെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന വ്യക്തിയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ ഈ വർഷം കഴിയുമല്ലോ. കാരണം കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം തൃശ്ശൂർ ബേസ് ചെയ്ത് തന്നെ പ്രവർത്തിക്കുകയാണ്. ഇത് പിന്നെ മഞ്ജുഷ് ഒരു സംതിങ് കോൾഡ് പീക്ക് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. 2019 അത് പീക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം സുരേഷ് ഗോപി തൃശ്ശൂരിലൊരു പുതുമയായിരുന്നു. ആദ്യം മത്സരിക്കുമ്പോൾ പുതുമയായിരുന്നു. ഇപ്പോൾ അത് പുതുമയല്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ സുരേഷ് ഗോപിക്ക് ഏത് ലെവൽ വരെ പോകാൻ ഒക്കുമെന്ന് തൃശ്ശൂരെ ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ ഒരു പുതുമ, തരൂറിന് നഷ്ടപ്പെട്ട അതേ പുതുമ സുരേഷ് ഗോപി ഇതുവരെ ജയിച്ചിട്ടില്ലെങ്കിൽ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് ഇവിടെ പറഞ്ഞ സ്ത്രീ വോട്ടുകൾ അത് കുറച്ചൊക്കെ ശരിയാണ്. നിഷ്പക്ഷ വോട്ടുകൾ അതും പീക്കിലായി കഴിഞ്ഞു. ശബരിമല വിഷയത്തിൽ ഹിന്ദു സ്ത്രീ വോട്ടുകൾ പീക്കിലായി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ആ പീക്കിൻ്റെ പുറത്തേക്ക് എങ്ങനെ പോകാനാണ്? അതുകൊണ്ട് 29% വോട്ട് ലഭിച്ച സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് പീക്കിലെത്തിക്കഴിഞ്ഞു. ഒരു ത്രഷോൾഡ് എന്നൊക്കെ പറയുന്ന 29 അല്ല. ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ 35-36% വോട്ട് ലഭിക്കാതെ ജയിക്കാനാവില്ല. നോക്കൂ, 3-ാം സ്ഥാനത്താണ് സുരേഷ് ഗോപി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് 39% പക്ഷേ മുരളീധരനെ സമ്മതിക്കുന്നില്ല. മുരളീധരൻ പറയുന്നത് ഞങ്ങൾ തമ്മിലാണ് മത്സരം എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ ക്രോസ് വോട്ടിങ്ങിൻ്റെ സമയമായി എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുകയല്ലേ? ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വോട്ടുകൾ പ്ലാന്റ് ചെയ്യാൻ എളുപ്പമാണ്. അത് പല കാരണങ്ങളാൽ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാകാം, BJP വിരുദ്ധ വോട്ടുകളാകാം. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പ്ലാന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കോൺഗ്രസ് ഒരു കേഡർ പാർട്ടി അല്ല എങ്കിൽ പോലും ഒരു ഇനോക്യൂസ് പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടിയിലേക്കും മുരളീധരനിലേക്കും പാർക്ക് ചെയ്യാൻ പറ്റും. കാരണം തൃശ്ശൂരുകാർക്കൊരു സ്നേഹവായ്പുണ്ട്. 2 പ്രാവശ്യം തോറ്റതാണ്. കരുണാകരൻ തോറ്റതാണ്. സാക്ഷാൽ K. കരുണാകരൻ തോറ്റ മണ്ഡലമാണ്. മകൾ പത്മജ വേണുഗോപാൽ തോറ്റ മണ്ഡലമാണ്. മുരളീധരൻ തന്നെ തോറ്റ മണ്ഡലമാണ്. പക്ഷേ എങ്കിലും മുരളീധരനെ തൃശ്ശൂരിൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായി അടർത്തി മാറ്റാനോ ആവില്ല. അതുകൊണ്ട് തൃശ്ശൂരെ ബോയ് നെക്സ്റ്റ് ഡോർ തന്നെയാണ് മുരളീധരൻ. അതുപോലെ VS സുനിൽകുമാറിനെ അവിടുത്തെ ആളായിട്ട് മാത്രമേ കരുതാനാവൂ. ഒരിക്കലും ഒരു വരുത്തനല്ല. അപ്പോൾ സ്വല്പമെങ്കിലും വരുത്തൻ ഇമേജ് ഉള്ളത് അത് സുരേഷ് ഗോപിക്ക് മാത്രമാണ്. തെക്ക് നിന്നുള്ള കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരാൾ അവിടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ അതിൽക്ക് മേലെ കളിക്കണമെങ്കിൽ ഒരു എക്സ് ഫാക്ടർ വേണം. മോദി എന്ന ഫാക്ടർ ഇന്ന് എക്സ് ഫാക്ടർ അല്ല. അത് ഓൾറെഡി ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞൊരു ഫാക്ടറാണ്. ഇനി എന്താണ് പുതുമ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ പീക്കിലെത്തിക്കഴിഞ്ഞു ശ്രീത്ത്. 2019 പീക്കിലെത്തി. അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപിക്ക് എത്ര വോട്ടുകൾ വരെ കിട്ടാം? അതിൻ്റെ സംശയമാണ്. അല്ല, ഈ പീക്കിലെത്തുക എന്ന് പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. തിരുവനന്തപുരത്ത് O. രാജഗോപാൽ പീക്കിലെത്തിയ ആളാണ് 2014. പക്ഷേ 2016 അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. എന്തുകൊണ്ടാണ്? പക്ഷെ അതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ലേ? ആണ്. എന്തുകൊണ്ടാണ് അത് ജയിച്ചതിൻ്റെ കാരണം? ഈ ഒരാളിനോട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സോഫ്റ്റ് കോർണറുണ്ട്. വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി, കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, അതിനപ്പുറത്തേക്ക് പിന്നീട് ആൾക്കാർക്ക് തോന്നുന്ന ഒരു സോഫ്റ്റ് കോർണറുണ്ട്. ആ സോഫ്റ്റ് കോർണർ കൊണ്ടാണ് O. രാജഗോപാൽ അവിടെ ജയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നെ പറഞ്ഞത് എനിക്ക് കിട്ടിയ വോട്ട് ഇദ്ദേഹത്തിന് കിട്ടണമെന്നില്ല എന്ന് പിന്നീട് വന്ന സ്ഥാനാർത്ഥിയെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണവും അത് തന്നെയാണ്. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ചില ഫാക്ടറുകൾ അവിടെ ഉണ്ട്. അതായത് തൃശ്ശൂരിൽ എപ്പോഴും ഈ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി തന്നെയാണ്. തൃശ്ശൂരിൽ ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർക്ക് ഒരു സോഫ്റ്റ് കോർണർ ഇപ്പോഴും ഉണ്ട്. അതൊരു നോവൽറ്റി ഫാക്ടറാണ്. അതിന് ഞാൻ പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം ആ മണ്ഡലത്തിൽ 2 തവണ, ഒന്ന് പാർലമെന്റിലേക്കും ഒന്ന് നിയമസഭയിലേക്കും നിന്ന് പരാജയപ്പെട്ടയാളാണ്. പക്ഷേ പരാജയപ്പെട്ടതിന് ശേഷവും അദ്ദേഹം ആ മണ്ഡലത്തിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഉപേക്ഷിച്ചില്ല എന്ന് തന്നെയുമല്ല, അദ്ദേഹം അവിടെ പല കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. പ്രത്യേകിച്ച് രാജ്യസഭാ MP എന്ന നിലയ്ക്ക്, അതല്ലാതെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഇനിഷ്യേറ്റീവിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലെ ഒരു സ്ഥിര സാന്നിധ്യം എന്ന് പറയാവുന്നയാളാണ്. നേരെ മറിച്ച് ഇപ്പോൾ മുരളീധരൻ ജില്ലക്കാരൻ അതായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇതിനു മുമ്പ് വടകരയിലായിരുന്നു. വടകരയിൽ ഇത്തവണയും മത്സരിക്കുമെന്ന രീതിയിലത്തേക്ക് ഹോർഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയ ആളുമാണ്. എന്നിട്ട് അവസാനമാണ് അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം വന്നത്. ഇത്തവണ മുരളീധരൻ തൃശ്ശൂരിലൊരു വരത്തനാണ്. കാരണം അദ്ദേഹം മുമ്പ് മറ്റൊരു മണ്ഡലം അദ്ദേഹത്തിൻ്റെ സ്വന്തമാക്കി വെച്ചിരുന്നതും അവിടെ ഇത്തവണയും അദ്ദേഹം മത്സരിച്ച് ജയിക്കുമെന്ന രീതിയിലത്തേക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് ഇരുന്നയാളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ
അവിടെ മണ്ഡലത്തിൽ ഇപ്പോൾ സുപരിചിതനായിട്ടുള്ള വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപിയാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഫാക്ടറുണ്ട്, അതായത് ഈ 29% എന്ന് പറയുന്നതിനെ 35% എത്തുക, ചുരുങ്ങിയത് ഒരു 60,000 വോട്ടെങ്കിലും കൂടുതൽ പിടിക്കുക എന്ന് അത് പറയുന്നത്. മാത്രമല്ല ഈ മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഈ 2014 4 മണ്ഡലങ്ങളിൽ BJPക്ക് 1-ാം സ്ഥാനം എത്താൻ പറ്റിയതാണ്. എന്നിട്ട് 3 മണ്ഡലങ്ങളിലെ പിന്നോട്ട് പോക്കാണ് തോൽവിയിൽ കലാശിച്ചത്. പക്ഷേ അങ്ങനെ ഈ തൃശ്ശൂരിൽ എടുത്തു പറയാനില്ല. അങ്ങനെ ഒരു 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ ഒരു മണ്ഡലത്തിലെങ്കിലും മേൽക്കൈ നേടുവാനായിട്ട് BJPക്ക് കഴിയുന്നില്ല. ഈ സുരേഷ് ഗോപി ഇത്രയും 2,93,000 വോട്ടുകൾ നേടിയ സമയത്ത് പോലും. അല്ല, ഇപ്പോൾ ഉള്ള ഒരു വ്യത്യാസം 2019 തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് BJP കൊടുത്തിരുന്ന പ്രാധാന്യം, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇന്ന് അദ്ദേഹത്തിന് പാർട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രചരണ രംഗത്താണെങ്കിലും ആൾക്കാരോട് പറയുന്ന സമയത്തും ഇവർക്ക് പറയാനൊരു എക്സ്ട്രാ സ്വാതന്ത്ര്യമുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം മന്ത്രിയാണ് എന്ന രീതിയിൽ ആ നിലയ്ക്ക് തന്നെ അവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എത്രത്തോളം അത് ആൾക്കാർക്ക് വെറ്റിയായി. ഇപ്പം വേണമെങ്കിൽ നമുക്ക് പറയാം, കേരളത്തിൽ 20 മണ്ഡലങ്ങളിൽ ഏത് മണ്ഡലത്തിൽ നിന്ന് ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചാലും കേന്ദ്രമന്ത്രിയാണ്. ഇപ്പം സഹമന്ത്രിയാണോ ക്യാബിനറ്റ് റാങ്കാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആ ഒരു രീതിയിലുള്ള ആ നിലയ്ക്കുള്ള ഒരു പ്രാധാന്യം കിട്ടും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അതൊരു ആഡഡ് ആയിട്ടുള്ള കാര്യമായി വരുന്നതിന് കാരണം അദ്ദേഹവും പ്രധാനമന്ത്രിയും തമ്മിലുള്ള അടുപ്പമാണ്. പ്രധാനമന്ത്രി ഇവിടെ വരുന്നു. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരണത്തിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആർക്ക് വേണ്ടിയിട്ടാണ് വന്നത്? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു ചടങ്ങ് വരുന്ന സമയത്ത് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വരുന്നത്? അപ്പോൾ ആ നിലയ്ക്ക് നിന്നുകൊണ്ട് ഇദ്ദേഹം എൻ്റെ ആളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം അവിടെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒന്നാമത്തെ വശം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP ഓറിയൻറ്റഡ് അല്ലെങ്കിൽ സുരേഷ് ഗോപി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചർച്ചകൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. അതായത് നമ്മൾ സ്റ്റിൽ പറയുന്നത് 28% വരുന്നത് പോസിറ്റീവും നെഗറ്റീവും ആകാമല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലവും പ്രതികൂലവും ആകാം. അല്ല, ഞാൻ പറയുന്നത് അനുകൂലമായിക്കോട്ടെ പ്രതികൂലമായിക്കോട്ടെ, എന്തായാലും ഈ രണ്ട് കക്ഷികളും പറയുന്നത് 28-29% മാത്രമുള്ള നിലവിൽ 3-ാം സ്ഥാനത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് അതിലുണ്ട് എന്നുള്ളതിനെ പറ്റി ഈ പാർട്ടികൾ അംഗീകരിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപി പിടിക്കുന്ന വോട്ടുകൾ അത് ഞങ്ങൾക്ക് എതിരാകും, അല്ലാതെ അതൊരു സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു കാര്യമാണ്. അല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. സുരേഷ് ഗോപി കൂടുതൽ വോട്ട് പിടിക്കുന്നു എന്ന് വെച്ചു. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? പീക്ക് ചെയ്തിരിക്കുന്നു. ഇനി അദ്ദേഹം 3 ലക്ഷം ക്രോസ് ചെയ്തൊരു 3.25 ലക്ഷത്തിലേക്കോ 3.30 ഒക്കെ പോകുന്ന ഒരു സാഹചര്യം. അഡീഷണൽ വോട്ട് എവിടെ നിന്നാണ് വരിക? അത് സ്വാഭാവികമായിട്ടും വരാനുള്ളത് നിലവിലുള്ള മറ്റ് 2 പാർട്ടികളിൽ നിന്നാണ്. പിന്നെ ഒരു 1 ലക്ഷത്തോളം വോട്ടുകൾ പുതിയതുണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫക്റ്റീവ്ലി അവിടെ വരാൻ പോകുന്നത്, ഇദ്ദേഹം കുറച്ച് വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പീക്ക് ചെയ്ത സ്ഥിതിക്ക് ഇനി കുറയാനുള്ളത് ഞങ്ങളുടേതേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കാലിനടിയിലെ മണ്ണാണ് പോകുന്നത്. അപ്പോൾ കൂടുതൽ ഈവനായിട്ടുള്ള ഒരു കോൺടെസ്റ്റ് വരും. അതുകൊണ്ട് അവിടെ ഒരിക്കലും ഈ പറയുന്നത് പോലെ ഞാനും ഇന്നയാളും അയാളും ഞാനും തമ്മിൽ ആ കാര്യമൊന്നുമില്ല. അവിടെ സ്ട്രോങ് 3-വേ ടൈ തന്നെയാണ്. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള 3-വേ ടൈ നടക്കുന്ന ഒരേ ഒരു സ്ഥലം തിരുവനന്തപുരം പോലും അങ്ങനെയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് തൃശ്ശൂർ മാത്രമാണ്. അത് വലിയ നിരീക്ഷണമാണ്. കാരണം തിരുവനന്തപുരത്തേക്കാൾ വലുതായിട്ട് 3-വേ ടൈ നടക്കുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം സ്വാഭാവികമായിട്ടും 3-വേ ടൈ ആണ്. പക്ഷേ അതിൽ നിന്ന് നമുക്ക് 2 പേരെ വേണമെങ്കിൽ മാറ്റി നിർത്താം. അതായത് വിന്നേഴ്സ് എന്ന രീതിയിലേക്ക്, വിന്നബിലിറ്റി കൂടുതലുള്ള 2 പേർ എന്ന രീതിയിൽ. പക്ഷേ ഇവിടെ അതും പറ്റില്ല എന്നുള്ളതാണ്. തൃശ്ശൂർ 3-വേ ടൈ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അവിടെയും ഇപ്പോൾ തിരുവനന്തപുരത്ത് താങ്കൾക്ക് രാജീവ് ചന്ദ്രശേഖരനെയും ശശി തരൂരിനെയും എടുത്ത് മാറ്റിവെക്കാം വിന്നബിലിറ്റി എന്നുള്ള രീതിയിൽ. പക്ഷേ തൃശ്ശൂരിൽ അങ്ങനെ ഇപ്പോൾ VS സുനിൽകുമാറിനെയും K മുരളീധരനെയും വിന്നബിലിറ്റി എന്ന രീതിയിൽ മാറ്റിവെക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ സുരേഷ് ഗോപിയെയും K മുരളീധരനെയും മാറ്റിവെക്കാൻ കഴിയുമോ? ഇല്ലേ? അല്ലെങ്കിൽ സുരേഷ് ഗോപിയെയും സുനിലിനെയും മാറ്റിവെക്കാൻ പറ്റുമോ? ഇവിടെ മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ അത് VS സുനിൽകുമാറിനെ മാത്രമേ ഉള്ളൂ. കാരണം വിന്നബിലിറ്റി മാറ്റിവെക്കാൻ പറഞ്ഞത് വിന്നബിലിറ്റി ഉള്ളവർ എന്ന് പറയുമ്പോൾ അത് മുരളീധരൻ പറഞ്ഞ ആ ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവസാന റൗണ്ടിൽ മത്സരം ശ്രീ K മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിൽ ആയി വരാനാണ് സാധ്യത. അവസാന 2 ദിവസത്തെ ആ ഒരു കൂട്ടപ്പൊരിച്ചിലിൽ. അതിനുള്ള കാരണം സംസ്ഥാന ഗവൺമെൻറ് ആശ്വസിക്കാൻ ഒന്നും തന്നെയില്ല. ഇപ്പോൾ കരുവഞ്ചാൽ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു. ജനറൽ ആൻറ്റി ഇൻകംബൻസി വോട്ട്, മറ്റെല്ലാ കാര്യങ്ങളിലും പ്രതിരോധത്തിലാണ്. അവസാനം വന്നതാണ് ഈ ശവപ്പെട്ടിയിലെ ഒരുപക്ഷെ അവസാന ആണിയാണ് തൃശ്ശൂർ പൂരം നടത്തിപ്പ് അലങ്കോലമായത്. അതൊരു കമ്മീഷണറുടെ ഒരു കെടുകാര്യസ്ഥത അല്ലെങ്കിൽ ഓവർ എൻത്യൂസിയാസം അല്ലെങ്കിൽ ധിക്കാരപരമായ നിലപാടായിരിക്കാം കാരണമെങ്കിൽ പോലും അതിന് വില കൊടുക്കേണ്ടി വരുന്നത് പിണറായി വിജയന് തന്നെയാണ്, CPM തന്നെയാണ്, അല്ലെങ്കിൽ ഭരണകൂടത്തിനാണ്. അങ്ങനെയെങ്കിൽ ആൻറ്റി ഇൻകംബൻസിയുടെ ഇഫക്റ്റ് അവസാന റൗണ്ടിൽ വരാൻ പോകുന്നത് തദ്ദേശീയൻ തന്നെയാണെങ്കിലും
പൂരം നടത്തിയതിന് ഏറെ സഹായം ചെയ്തു എങ്കിൽ പോലും VS സുനിൽകുമാറിന് അതിന് നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. അത് കോട്ടം തന്നെയാണ്. ശൈലജ ടീച്ചറിന് പറ്റിയ അവസാന റൗണ്ടിൽ പറ്റുന്ന ഇടിവ് പോലെ തന്നെ ഇവിടെ CPI സ്ഥാനാർത്ഥിക്കും അവിടെ ഒരു ചെറിയ പോരായ്മ ഉണ്ടാകും. ആ ഒരു വിടവിലേക്കാണ് മറ്റ് 2 സ്ഥാനാർത്ഥികൾ വരച്ചു കയറുന്നത്. അവിടെ മുരളീധരന് അഡ്വാൻറ്റേജ് ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് സംശയത്തിൻ്റെ ലെവലേശം മുരളീധരനെതിരെയില്ല. പൂരം കലക്കിയതിന് പിന്നിൽ മുരളീധരനോ കോൺഗ്രസ് പാർട്ടിക്കോ എന്തായാലും നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. അല്ല, അവിടെ BJPക്ക് എന്താണുള്ളത്? BJPയുടെ ഇച്ഛാനുസരണം ആരെങ്കിലും പ്രവർത്തിച്ചു എന്ന ഒരു നറേറ്റീവ് കൊടുക്കാനാണ് ഇപ്പോൾ മുരളീധരനും ഇടതുപക്ഷക്കാരും ഒക്കെ ശ്രമിക്കുന്നത്. എന്തായാലും ഭരണകക്ഷി സമ്മതിക്കില്ലല്ലോ, ഞങ്ങളുടെ പോലീസ് പരാജയപ്പെട്ടു, ഞങ്ങൾ നിയമിച്ച കമ്മീഷണർ പരാജയപ്പെട്ടു എന്ന് മാറ്റി. പക്ഷേ അത് ഞങ്ങൾ ഇടപെട്ട് പരാജയപ്പെടുത്തിയതാണെന്ന് പറയുന്നില്ലല്ലോ. ആ വ്യക്തിയുടെ മാത്രം പരാജയമാണ്. അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അതുപോലെ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം മാറ്റി. അപ്പം അദ്ദേഹം കാട്ടിക്കൂട്ടിയത് ആർക്ക് വേണ്ടി? അദ്ദേഹത്തിന് ഒരു അജണ്ട ഉണ്ടായിരുന്നോ? ഈ പോലീസ് കമ്മീഷണർ മിസ്റ്റർ അങ്കിത്തിന് ഒരു അജണ്ട ഉണ്ടായിരുന്നോ? ആ അജണ്ട കേന്ദ്രത്തിൻ്റെ ഹിതമനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചെടുക്കാൻ ഈ വൈകാരിക പ്രാധാന്യമുണ്ടെങ്കിൽ അത് ശബരിമല ആയിക്കൊള്ളട്ടെ, തൃശ്ശൂർ പൂരം ആയിക്കൊള്ളട്ടെ, ആ വൈകാരികതയുടെ ഗുണം അനുഭവിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെ അല്ലേ? അത് സുരേഷ് ഗോപിക്ക് തന്നെ അല്ലേ? ഇത് ഈ ഒരു നറേറ്റീവ് അവിടെ ഉണ്ട്, തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ ഒരു നറേറ്റീവ് തുടങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല സുരേഷ് ഗോപി ആദ്യം അവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ K മുരളീധരനും VS സുനിൽകുമാറും പറയുന്നത്. അങ്ങനെ ഒരു നറേറ്റീവ് ഇപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നേരത്തെ തന്നെ LDFും UDFും പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ പരസ്പരമുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിലേറ്റവും അവസാനത്തെ എപ്പിസോഡാണ് ഈ തൃശ്ശൂർ പൂരം നടത്തിപ്പിലെ ഈ വീഴ്ച. അല്ലെങ്കിൽ ഇത് വീഴ്ച എന്നല്ലല്ലോ, ഇത് പൂരം കലക്കാനുള്ള ശ്രമം നടന്നു. അത് ഇത്തരം ഒരു നറേറ്റീവ് കൊടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായി വരുമോ സുരേഷ് ഗോപിക്ക്? അല്ല, 1-2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, BJPക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ള ഒരു വാദം എടുത്തോളൂ. ആര് സൃഷ്ടിക്കുന്നു? പോലീസോ? അല്ല. അപ്പോൾ ആരായിരിക്കണം? സർക്കാരായിരിക്കണം. സർക്കാർ എന്ന് പറയുമ്പോൾ LDF ആയിരിക്കണം. LDF എന്ന് പറയുമ്പോൾ CPM-ഉം CPI-യും ആയിരിക്കണം. പക്ഷെ അതിനിടയ്ക്ക് കേന്ദ്ര ഇംഗിതമെന്ന് ശ്രീ മോഹൻ വർഗീസ് പറയുകയുണ്ട് അല്ലേ? ഈ ഒരു ആർഗ്യുമെന്റ് ഇതിനകത്തൊരു ഇതിപ്പോൾ ഊഹാപോഹങ്ങളുടെ കണക്ക് മാത്രമേ ഉള്ളൂ തൽക്കാലത്തേക്ക്. അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് കമ്മീഷണറുടെ മനസ്സിലൂടെ ആ നിമിഷത്തേക്ക് പോയത്? പ്രഷർ കൂടിയിട്ട് ചെയ്തതാണോ, ഓർമ്മക്കേട് വന്നതാണോ ഒന്നും അറിയില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. അങ്ങനെയെങ്കിൽ അതിനെ ഒന്ന് ഡിസെക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അന്വേഷണത്തിലേക്ക് പോയാൽ ഒന്നും തെളിയില്ല. ആ വ്യക്തി നടത്തിയതാണ്, കാരണം അത് ബോധപൂർവമാണെന്ന് പറയാനാവില്ല. സംസ്ഥാന ഗവൺമെൻറ് നേരിട്ട് ഒരു വ്യക്തിയെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച് അങ്ങനെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി വേറൊരു മണ്ഡലത്തിൽ അതിൻ്റെ പ്രയോജനം LDFന് ലഭിക്കത്തക്ക രീതിയിൽ അത്ര സങ്കീർണമായ ഒരു കച്ചവടം നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനും കൂടെ നിയന്ത്രിക്കാവുന്നൊരു പോലീസ് കമ്മീഷണറാണല്ലോ. അപ്പം അങ്ങനെയെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു വ്യക്തിയെ മാത്രം വിലക്കെടുത്തുകൊണ്ട്, ആരോപണമല്ല, ഒരു ഒബ്സർവേഷനാണ്, സാധ്യതാപരമായി ഒരു വ്യക്തിയെ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ആ വ്യക്തി ഓവർ എൻത്യൂസിയാസം കാണിക്കുന്ന ആ ഒരു അലവൻസ് കൊടുത്തുകൊണ്ട് ആകെ കുളമാവുകയാണ്. കുളമായാൽ അതിൻ്റെ ദോഷം LDFനും ഗുണം UDFനും BJPക്കുമാണ്. അവിടെ സാംസ്കാരികമായി വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെടുമ്പോൾ അത് ശ്രീ സുരേഷ് ഗോപിക്ക് പ്രയോജനമായി വരും എന്ന ഒരു സിമ്പിൾ ലോജിക്കാണ്. സുരേഷ് ഗോപിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് എന്നൊക്കെ നേരത്തെ തന്നെ പറയാറുള്ളതാണ്. അല്ല, ഞാൻ ആ ഒരു വാദത്തെ ഞാൻ വിലയ്ക്ക് എടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം, ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ ഇത് വേണമെങ്കിൽ താലത്തിൽ വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് ഞാൻ കൊടുക്കാമല്ലോ. ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ടൊരു അഡ്ജസ്റ്റ്മെൻറ്റോ കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യവുമാണെങ്കിൽ ഒരു താലത്തിൽ വെച്ചും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ VS സുനിൽകുമാർ സ്ഥാനാർത്ഥിയാവേണ്ടതില്ല. ഒരുപക്ഷേ CPIക്ക് തൃശ്ശൂരിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് VS സുനിൽകുമാർ, സംശയമില്ല. കോൺഗ്രസിന് അതേപോലെ തന്നെ മുരളീധരൻ, BJPക്ക് സുരേഷ് ഗോപി. അപ്പോൾ ഏറ്റവും പ്രബലരായിട്ടുള്ള, കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവിടെ മത്സരത്തിന് വെച്ചിരിക്കുന്നത്. ഇതിൽ തർക്കമില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ, അത് വളരെ കോംപ്ലിക്കേറ്റഡ് സാധനമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് കൂടി നിയന്ത്രിക്കാവുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഇത് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു സ്ഥലത്ത് മാത്രം നടന്നിരിക്കുന്ന കാര്യമല്ല. നമ്മൾ കണ്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ എടുത്തുകൊണ്ട് പോടാ പട്ട എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടെങ്കിലും അവിടെ നടന്നിരിക്കുന്ന പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് കുറേ മണിക്കൂറുകളിൽ നടന്ന കാര്യമാണ്. ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടുള്ള സംവിധാനം സർക്കാരിനുണ്ടായിരുന്നു, ചെയ്തില്ല. വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. തൃശ്ശൂർ പൂരം ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല, നടാടെ നടക്കുന്നതല്ല. എല്ലാ വർഷവും അതിനുള്ള സുരക്ഷാ
പരിശോധനകൾ, അതിൻ്റെ വിലയിരുത്തലുകൾ, ഒരുക്കങ്ങൾ, അതിൻ്റെ മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഹിന്ദു വിഷയമുള്ളപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയായിട്ടുള്ള LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൃത്യമായിട്ട് അവർ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ആ നിലയ്ക്കൊരു കാര്യം അവിടെ നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി നടക്കാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ കൂടുതൽ ശക്തമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരിന് തന്നെയാണല്ലോ. ഇവിടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ കാര്യം ഞാൻ പറയാം. കരുവന്നൂർ പോലെയുള്ള വിഷയം അവിടെ നിൽക്കുകയാണ്. അത് ബാധിക്കുന്ന പല മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ തൃശ്ശൂർ, ഇരിങ്ങാലക്കുട, പല മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അതൊരു ഭരണവിരുദ്ധ വികാരം വോട്ടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ ആ വോട്ട് കിട്ടാൻ UDFനേക്കാൾ കൂടുതൽ സാധ്യത അവിടെ സഹകരണ രംഗവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന അന്വേഷണത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ BJPക്കാണ്. അപ്പോൾ അത് കാരണം ഇവിടെ LDF തോക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എങ്കിൽ ഇപ്പോൾ അവർക്ക് അതിനേക്കാൾ ഭംഗിയായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് കിട്ടിയില്ലേ? തൃശ്ശൂർ പൂരം ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഞങ്ങളുടെ പാളിച്ച, ഞങ്ങളുടെ വീഴ്ച വന്നതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാരുടെ കൂട്ടമായിട്ട് BJPക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കരുവന്നൂരല്ല തോൽവിക്ക് കാരണം എന്നൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ വേണമെങ്കിൽ തയ്യാറാക്കി എന്ന് വേണമെങ്കിലും പറഞ്ഞുകൂടെ? അപ്പം ഞാൻ പറഞ്ഞത് പോസിബിലിറ്റീസ് എൻലെസ് ആണ്, തെളിയിക്കപ്പെടാവുന്ന കാര്യങ്ങളല്ല. വേണമെങ്കിൽ പറയാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതുപോലെയുള്ള സഹകരണ സംഘത്തിൻ്റെ പ്രശ്നം ഇലക്ഷനിൽ ഒരു പ്രശ്നമായി ഒരു വോട്ടായിട്ട് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ളത് തൃശ്ശൂർ മണ്ഡലത്തിലാണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഞാൻ പറഞ്ഞ ഇതെല്ലാം ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റൊരു ഘടകം കൂടിയുണ്ട്, അത് ഏറെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ക്രൈസ്തവ സഭാ നേതൃത്വം മനസ്സ് തുറന്നിട്ടില്ല. അതൊരു വലിയ ഇന്ന് തുറന്നു എന്നാണ് കരുതുന്നത്. ഇന്ന് വളരെ തന്ത്രപരമായി എനിക്ക് തോന്നുന്നത് ശ്രീ G. സുകുമാരൻ നായരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു ഏട് ചിന്തി എടുത്തുകൊണ്ട് ഓർത്തഡോക്സ് സഭ സമദൂരം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സമദൂരം ഞങ്ങൾ തുടരുമെന്ന് പറയുമ്പോഴും ആ സമദൂരത്തിൽ ഒരു ശരിദൂരം ഇല്ലേ എന്നൊരു ശങ്കയുണ്ട്. പക്ഷേ തൃശ്ശൂരിന്റെ ഓർത്തഡോക്സ് സഭയേക്കാൾ കത്തോലിക്ക സഭയാണല്ലോ ബാക്കി. അതെ. പക്ഷേ കത്തോലിക്ക സഭയാണ്. തൃശ്ശൂർ കത്തോലിക്ക സഭയാണ് RC, അതായത് മലബാർ, പിന്നെ സീറോ മലബാർ സഭ. ഇവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് ചെറിയ തോതിൽ വോട്ടുണ്ട്, യാക്കോബായ സഭയ്ക്കും വോട്ടുണ്ട്. യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നൊരു ചെറിയ നീക്കമുണ്ടായി ഇന്ന് രാവിലെ. ഞങ്ങളുടെ ഈ കേരള സർക്കാർ യാക്കോബ സഭയ്ക്ക് അനുകൂലമായി ഈ പ്രശ്നം സഭാതർക്കം പരിഹരിക്കുന്നതിൽ എടുത്ത നിലപാടിനെ ശ്ലാഘിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും അതിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഒരു പ്രസ്താവന യാക്കോബ സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. യാക്കോബ സമുദായം അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഓർത്തഡോക്സ് സമുദായം കൃത്യമായി UDFന് വോട്ട് ചെയ്യും. അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയുള്ള സഭാ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ല. ആ സഭാ വോട്ടുകൾ അങ്ങനെ വരുമ്പോൾ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ആകെ 20%. തൃശ്ശൂർ മണ്ഡലത്തിലെ ആകെ വോട്ടിൻ്റെ 20%. ഞാൻ എക്കാലത്തും ചിന്തിക്കുന്നത് ആ 20%-ൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും, ഒരു 20% 30% ഓഫ് ദാറ്റ് ടോട്ടൽ 20%, അത്രയുമെങ്കിലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി തിരിഞ്ഞില്ല എങ്കിൽ സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടെന്ന് കാണുന്നില്ല. കാരണം 80% നിന്നുമാണ് പിന്നെ പിടിക്കേണ്ടത്. 80% നിന്ന് വിന്നബിലിറ്റി എന്ന് പറയുന്നത് 37%-ലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് അതിഭയങ്കരമായ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് നടത്തേണ്ടി വരും. അതുകൊണ്ട് ക്രൈസ്തവ വിഭാഗത്തിലെ സ്ത്രീ വോട്ടുകൾ, പുതിയ വോട്ടുകൾ, ന്യൂ ജനറേഷൻ വോട്ടുകൾ, നോൺ പൊളിറ്റിക്കൽ വോട്ടുകൾ, ഇങ്ങനെയുള്ള വോട്ടുകൾ സമാഹരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയേണ്ടതാണ്. അത് പൂർണ്ണമായി കഴിയുമെന്ന് കരുതാനാവില്ല. സീറോ മലബാർ സഭയുടെയൊക്കെ വോട്ടുകൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും. കഴിഞ്ഞ തവണ എന്ന് പറയുന്നത് 2019 പ്രതാപന്റെ ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമായിരുന്നു. പ്രതാപൻ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പോളിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം KPCCയിൽ യോഗം നടക്കുമ്പോൾ പറഞ്ഞത് അവിടെ തോറ്റുപോകുമെന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. പക്ഷേ 1 ലക്ഷം വോട്ടുകളുടെ അതെ 1 ലക്ഷത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അത് മാത്രമല്ല അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകൾ എന്ന് പറയുന്നത് 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടി. പക്ഷേ ആ ഒരു ലാൻഡ് സ്ലൈഡ് സംഭവം അല്ലല്ലോ ഇപ്പോൾ എന്തായാലും തൃശ്ശൂരിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കൺസോളിഡേഷൻ ഒരു കാരണവശാലും ഇത്തവണ സംഭവിക്കുകയില്ല. അപ്പോൾ ഈ കൺസോളിഡേഷൻ സംഭവിക്കാത്തതിൻ്റെ ഗുണം ശരിക്കും കിട്ടേണ്ടത് VS സുനിൽകുമാറിനാണല്ലോ, അല്ലേ? പക്ഷെ അദ്ദേഹത്തെ എപ്പോഴും ഈ മത്സരത്തിൽ പറഞ്ഞു വരുമ്പോൾ ഈ 3ാം സ്ഥാനത്തേക്ക് എന്ന രീതിയിൽ പരിഗണിച്ചു വരികയാണ് ഇപ്പോൾ. അത് പക്ഷേ അവസാനം അതൊരു അബദ്ധമായി പോകില്ല. ഇപ്പോൾ പാലക്കാട് VK ശ്രീകണ്ഠൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെയൊക്കെ അല്ല, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ തവണ CPIക്ക് രാജാജി മാത്യു തോമസാണ് നിന്നത്. ഇത്തവണ സുനിൽകുമാർ നിൽക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും രണ്ടാമത് വന്നു. ഏറ്റവും പ്രബലരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഇതിൽ കാണുന്ന ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പെർസെൻറ്റ് വൈസ് അത്തരം കാര്യങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കും. എന്നിട്ട് നമ്മൾ ഈ മൊത്തത്തിൽ ഈ ആൾക്കാർക്ക് കിട്ടിയിരിക്കുന്ന
വോട്ടുകൾ, എത്രത്തോളം വോട്ടുകൾ അവർ സമാഹരിച്ചിട്ടുണ്ട്, അത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ നിന്നാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ CPIയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് ഇപ്പോഴും വക എവിടെ ഉണ്ട്. അതായത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ടുണ്ട്. പിന്നെ അവിടെ ഉള്ള ഒരു സംഭവം, ഇതിനെ 2 സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള മത്സരമാക്കി ചുരുക്കി കാണിക്കാനായിട്ട് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിനറിയാം BJP വിരുദ്ധ വോട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് ഭിന്നിച്ചു പോകും. അത് ഭിന്നിച്ചു പോകരുത്, ഞാനാണ് ജയൻ്റ് കില്ലർ എന്ന് പറയാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പറ്റി നമ്മൾ പറയാറുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ LDF ചിത്രത്തിലേ ഇല്ല എങ്കിൽ സംഭവിക്കാവുന്ന ഒരു കാര്യം ക്രോസ് വോട്ടിംഗ് ആണ്. അപ്പോൾ അത് UDFന് അനുകൂലമായിട്ട് വരും. പക്ഷേ അങ്ങനെ ഒരു ക്രോസ് വോട്ട് ചെയ്യാനുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സാധ്യത തൃശ്ശൂരിലില്ല. കാരണം 3 പേർക്കും വിന്നബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും LDFന്റെ ഒരാളിന് ക്രോസ് വോട്ട് ചെയ്യാനായിട്ട് തോന്നില്ല. കാരണം എൻ്റെ സ്ഥാനാർത്ഥിക്ക് ജയ സാധ്യതയുണ്ട്. അങ്ങോട്ട് 2-3 ദിവസം കൂടി ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനുള്ള ശ്രമമാണ്. അവിടെയാണ് K. മുരളീധരൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ്, സുനിൽകുമാർ ചിത്രത്തിലില്ല. അപ്പോൾ ആരെങ്കിലും BJPക്കെതിരെ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എനിക്ക് തന്നോളൂ, ഞാനാണ് ആൾ എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള ആളാണ്. ഇലക്ഷനിയറിംഗ് ഈ തന്ത്രങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. താങ്കൾക്ക് ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റുമോ, ആർക്കാണ് സാധ്യത കൂടുതലെന്ന്? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നത് അത് 3 ദിവസമേ ഉള്ളൂ എങ്കിൽ പോലും ടു ഏർലി ടു കോൾ എന്നാണ്. കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നെങ്കിലോ, ഈ പുതിയ സാഹചര്യത്തിൽ അത് ആകെപ്പാടെ മാറും. ഈ 3 ദിവസം അല്ലെങ്കിൽ ഒരു 72 മണിക്കൂർ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും കരുതുന്നത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ വളരെ വോളറ്റൈറ്റ് ആയിട്ടുള്ള ഒരു 3-way ടൈ നടക്കുന്ന സ്ഥലത്ത് ഈ 3 ദിവസം എന്ന് പറയുന്നത് 3 മാസത്തിന് തുല്യമാണ്. താങ്കൾക്കും അങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് പോകാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ഒരാളെ മാറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ഞാൻ ഒരാളെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ, 3-ാം സ്ഥാനത്തേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അത് VS സുനിൽകുമാർ തന്നെ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ഇന്നലെ 48 മണിക്കൂറിന് മുൻപ് എനിക്കിങ്ങനെ പറയാനാവുമായിരുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി വരുന്നു. ഈ മുരളീധരൻ വരച്ചിട്ട ആ പാതയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ മനസ്സിലോടെയോ ആ ഒരു മണ്ഡലം ആകപ്പാടെ നീങ്ങുന്നു എന്നതും BJP ഇതാ ജയിച്ചു വരാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയും അങ്ങനെ അതുവരെ പിടിച്ചു നിന്ന് VS സുനിൽകുമാറിൻ്റെ സപ്പോർട്ട് ബേസ്, കട്ട സപ്പോർട്ട് ബേസിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഇളകി VS സുനിൽകുമാറിൻ്റെ അവസരം നഷ്ടപ്പെട്ട് അത് മുരളീധരനിലേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത അവസാന 72 മണിക്കൂറിൽ ഞാൻ കാണുന്നു. അവസാന 72 മണിക്കൂറല്ല, കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ 3-ാം മണി വോട്ടുണ്ടല്ലോ, 3 മണി വോട്ട് അവിടെയും ഒരു പക്ഷേ അത് ടു ബിഗ് വോട്ട്. അത് തിരുവനന്തപുരത്ത് 3 മണി വോട്ട് നടക്കും. ഇവിടെ പിന്നെ തൃശ്ശൂര് 3 മണി വോട്ട് നടക്കണമെങ്കിൽ സുനിൽകുമാർ വല്ലാതെ താഴെ പോകണം. അത്രയും താഴെ പോകുമെന്ന് പറയാനാവില്ല. കാരണം CPIക്കും ഒരു തിരുവനന്തപുരം പോലെയല്ല, കൊല്ലം മണ്ഡലത്തിലെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശത്തും തൃശ്ശൂർ ജില്ലയിലുമാണ് CPIക്ക് അവശേഷിക്കുന്ന ദുരിതങ്ങളുള്ളത്. അവിടെ CPIയുടെയും കൂടെ പ്രസ്റ്റീജ് മാറ്ററാണ്. അത് മാത്രമല്ല തൃശ്ശൂരിൽ ഇങ്ങനെ ഒരേ മുന്നണിയെ തന്നെയൊന്നും അല്ല അവിടെ UDFനെയും LDFനെയും മാറി 7 മണ്ഡലങ്ങൾ LDFന്റെ കയ്യിലാണ്. CPIക്ക് നല്ല പേരോട്ടം അവരുടെ MP-മാരാണ് വന്നിട്ട്. അല്ല, തന്നെയല്ല, കരുവന്നൂർ എന്ന് പറയുന്ന ഒരു വിഷയം ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അത് സുനിൽകുമാറിന് അഗെയിൻസ്റ്റ് ആണ്. ഭരണവിരുദ്ധ വികാരം മൊത്തത്തിലുള്ളത് സുനിൽകുമാറിന് അഗെയിൻസ്റ്റ് ആണ്. അതിനോടൊപ്പം ഇപ്പോൾ പൂരം വന്നിരിക്കുന്നുണ്ട്, അത് പിന്നെ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആണ്. അതിനുശേഷം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ലൈവ് വീഡിയോ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം എത്ര ഷേക്കി വിക്കറ്റിലാണ് നിൽക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പതുക്കെ ചിത്രത്തിൽ നിന്ന് അദ്ദേഹം മങ്ങി പോകുന്നതാണ് കാണുന്നത്. അദ്ദേഹം മങ്ങി എന്ന് ഉറപ്പ് വരികയാണെങ്കിലാണ് ഈ 3 മണി വോട്ട്. ശരിയാണ്. എന്തായാലും തൃശ്ശൂരും തിരുവനന്തപുരം പോലെ പതുക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, ആ ഒരു രീതിയിലേക്ക് വരികയാണ്. ശരി, നന്ദി എന്തായാലും ഇത്രയും കാര്യങ്ങൾ വിശകലനം ചെയ്തതിന്. ഹോട്ട് സീറ്റ് അവസാനിക്കും.